ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ആദ്യത്തെ ടോപ്പിക്കാണ് ലൈറ്റ്നിങ് അറസ്റ്റേഴ്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ലൈറ്റിങ്ങിൽ രണ്ട് മെത്തേഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. എർത്തിങ് സ്ക്രീനും അതേപോലെ ഓവർ ഹെഡ് ഗ്രൗണ്ട് വയേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി ഡിസ്കസ് ചെയ്യുന്നതാണ് ലൈറ്റിംഗ് അറസ്റ്റേഴ്സ് അല്ലെങ്കിൽ സർജ് ഡൈവേർട്ടേഴ്സ്. അപ്പോൾ ലൈറ്റിംഗ് അറസ്റ്റേഴ്സ് അല്ലെങ്കിൽ സർജ് ഡൈവേർട്ടർ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസാണ്. ആ പ്രൊട്ടക്റ്റീവ് ഡിവൈസുകൾ ഹൈ വോൾട്ടേജ് സർജിനെ നമ്മൾ പവർ സിസ്റ്റത്തിൽ നിന്നും ഗ്രൗണ്ടിലോട്ട് എന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്ത് കളയും. ഇത്തരത്തിലുള്ള പ്രൊട്ടക്റ്റീവ് ഡിവൈസുകൾ പറഞ്ഞ പേരാണ് ലൈറ്റിംഗ് അറസ്റ്റേഴ്സ് അല്ലെങ്കിൽ സർജ് ഡൈവേർട്ടർ എന്ന് പറഞ്ഞു. ഇനി ഒരുപാട് ടൈപ്പ് ലൈറ്റിംഗ് അറസ്റ്റേഴ്സ് ഉണ്ട്. ഒന്നാമത്താണ് റോഡ് ഗ്യാപ്പ് അറസ്റ്റർ, രണ്ടാമത്താണ് ഹോൺ ഗ്യാപ്പ് അറസ്റ്റർ, മൂന്നാമത്താണ് മൾട്ടി ഗ്യാപ്പ് അറസ്റ്റർ, നാലാമത്താണ് എക്സ്പൾഷൻ ടൈപ്പ് ലൈറ്റിംഗ് അറസ്റ്റർ, അഞ്ചാമത്താണ് വാൽവ് ടൈപ്പ് ലൈറ്റിംഗ് അറസ്റ്റർ. നമുക്ക് എല്ലാം ഒന്ന് ഡിസ്കസ് ചെയ്യാനല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഇത് നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആദ്യം നോക്കുക റോഡ് ഗ്യാപ്പ് ലൈറ്റ് അറസ്റ്റേഴ്സ് നോക്കുക. റോഡ് ഗ്യാപ്പ് അറസ്റ്റേഴ്സ്. അപ്പോൾ റോഡ് ഗ്യാപ്പ് അറസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഏകദേശം ഒരു 1 to 5 സെൻറ്റിമീറ്റേഴ്സ് ഉള്ള റോഡുകൾ, അത് റൈറ്റ് ആംഗിളിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബെൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബെൻഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഗ്യാപ്പ് മുഖേന നമ്മളിവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണാം രണ്ട് റോഡ് കാണാം. ഒരു റോഡ് നമ്മൾ ലൈനുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാകും, ഒരു റോഡ് നമ്മൾ എർത്തുമായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ടാകും. ട്രാൻസ്ഫോമറിൻ്റെ ബുഷിംഗ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഈ ട്രാൻസ്ഫോമറിൻ്റെ ബുഷിങ്ങും അതേപോലെ ഈ ഒരു റോഡും തമ്മിലുള്ള ഡിസ്റ്റൻസാണ് പി നമ്മളവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നോർമൽ കേസിൽ, നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷനിൽ ഈ രണ്ട് ഗ്യാപ്പുകൾ, അതായത് ഈ റോഡ് ഗ്യാപ്പ് എന്ത് ചെയ്യും, നോൺ കണ്ടക്റ്റിംഗ് ആയിട്ട് നിൽക്കും. അപ്പോൾ കാരണം സാധാരണ വോൾട്ടേജിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിനിടയിലെ ഗ്യാപ്പുള്ള എയറിൻ്റെ ബ്രേക്ക് ഡൗൺ സ്ട്രെങ്ത്തിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് അതിലൂടെ കറണ്ട് പാസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്തെങ്കിലും കാരണവശാൽ ഒരു ഹൈ വോൾട്ടേജ് സർജ് ലൈനിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പ് എന്ത് ചെയ്യും, ഈ ഗ്യാപ്പിനകത്തുള്ള എയറിൻ്റെ ബ്രേക്ക് ഡൗൺ സ്ട്രെങ്ത്ത് ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിലൂടെ കണ്ടക്റ്റിങ് നടക്കും. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, ഒരു ആർക്ക് ഉണ്ടാകും. അങ്ങനെ ആർക്ക് ഉണ്ടായിട്ട് എന്ത് ചെയ്യും, ഈ ആർക്ക് മുഖാന്തരം ഇതിലൂടെ കറണ്ട് പാസ് ചെയ്തിട്ട് ഇതെന്ത് ചെയ്യും, നേരെ എർത്തിലോട്ട് എന്ത് ചെയ്യും, ഫ്ലോ ചെയ്യും. നോർമൽ കേസിൽ ഈ രണ്ട് ഗ്യാപ്പുകളും ഓപ്പൺ ആയിട്ട് കിടക്കും, അതിലൂടെ കറണ്ട് പാസ് ചെയ്യും. പക്ഷേ എന്തെങ്കിലും ഒരു സർജ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഹൈ വോൾട്ടേജ് ഉണ്ടാകും. ആ ഹൈ വോൾട്ടേജ് കാരണം ഈ ഒരു പാത്ത് കണ്ടക്റ്റിംഗ് ആവും. ആ പാത്ത് കണ്ടക്റ്റിംഗ് ആയി കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ റോഡ് നമ്മൾ കണക്ട് ചെയ്തുള്ള എർത്തിലോട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യും, എർത്തിലോട്ട് കറണ്ട് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യും, കടന്നു പോകും. ഇതാണ് റോഡ് ഗ്യാപ്പ് അറസ്റ്റർ എന്ന് പറഞ്ഞാൽ. ജസ്റ്റ് ഇതിൻ്റെ നോട്ട് നമ്മൾ നോക്കാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 1 to 5 സെൻറ്റിമീറ്റർ റോഡ്സ്, 1 to 5 സെൻറ്റിമീറ്റർ റോഡ്സ് വിച്ച് ആർ ബെൻഡ് അറ്റ് റൈറ്റ് ആംഗിൾ വിത്ത് ഗ്യാപ്പ് ഇൻ ബിറ്റ്വീൻ ഷോൺ ഇൻ ഫിഗർ. 1 മുതൽ 5 സെൻറ്റിമീറ്റർ വരെയുള്ള റോഡുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ റൈറ്റ് ആംഗിളിൽ ബെൻഡ് ചെയ്തിട്ട് ഈ ഒരു ഫിഗറിൽ ഷോൺ ചെയ്യുന്ന രീതിയിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു റോഡുകൾ നമ്മൾ ഒരു റോഡ് നമ്മൾ എർത്തുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, മറ്റൊരു റോഡ് നമ്മൾ ലൈനുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. The distance between gap and insulator, that is distance P, must not less than 1/3 of gap length so that the arc may not reach the insulator and damage it. അപ്പോൾ നമ്മൾ ഇൻസുലേറ്ററും അതേപോലെ ഈ ഇൻസുലേറ്ററിൻ്റെ ഗ്യാപ്പിൻ്റെ ഇടയിലെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതെന്ത് ചെയ്യാൻ പാടില്ല, ഈ ഗ്യാപ്പ് ലെങ്ത്തിൻ്റെ 1/3 കുറയാൻ പാടില്ല. മിനിമം 1/3 ഡിസ്റ്റൻസ് എങ്കിലും വേണം. അത് കാരണം അവിടെ ഉണ്ടാകുന്ന ആർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഈ ഇൻസുലേറ്ററിൽ എത്തിയിട്ട് ഡാമേജ് ആകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ മിനിമം ഡിസ്റ്റൻസ് 1/3 എങ്കിലും വേണം. അപ്പോൾ ആ രീതിയിലാണ് അറേഞ്ച് ചെയ്യേണ്ടത്. അണ്ടർ നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസ് ദ ഗ്യാപ്പ് റിമെയിൻസ് നോൺ കണ്ടക്റ്റിംഗ് ഓൺ ദ occurrence of high voltage surge on the line. The gap sparks of the surge current is conducted to the earth. This way excess charge on the line due to the surge is harmlessly conducted to the earth. നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷനിൽ നമ്മളെ ഗ്യാപ്പ് എന്ത് ചെയ്യും, കാണിച്ചുള്ള ഗ്യാപ്പ് റോഡ് ഗ്യാപ്പ് കണ്ടക്റ്റിംഗ് അല്ലാതെ നോൺ കണ്ടക്റ്റിംഗ് ആയിട്ട് നിൽക്കും. ഓൺ ദ ഒക്കറൻസ് ഓഫ് ഹൈ വോൾട്ടേജ്, അവിടെ ഒരു ഹൈ വോൾട്ടേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് സർജ് ഉണ്ടായിക്കഴിഞ്ഞാൽ ദ ഗ്യാപ്പ് സ്പാർക്സ് ഓവർ ദ സർജ് കറണ്ട് ഈസ് കണ്ടക്റ്റഡ് എർത്ത്. നമ്മൾ എന്ത് ചെയ്യും, ഈ ഗ്യാപ്പിലൂടെ കറണ്ട് പാസ് ചെയ്ത് എർത്തിലോട്ട് എന്ത് ചെയ്യും, കറണ്ട് പാസ് ചെയ്യും. ഇൻ ദിസ് വേ എക്സസ് ചാർജ് ഓൺ ദ ലൈൻ ഡ്യൂ ടു സർജ് ഹാംലെസ് കണ്ടക്ട് എർത്ത്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന എക്സസ് ചാർജ് നമുക്ക് എന്ത് ചെയ്യും, ഹാംലെസ് ആയിട്ട് എർത്തിലോട്ട് കണ്ടക്ട് ചെയ്ത് കളയാൻ പറ്റും. രണ്ടാമത്താണ് ഹോൺ ഗ്യാപ്പ് അറസ്റ്റർ. അപ്പോൾ ഹോൺ ഗ്യാപ്പ് അറസ്റ്ററിൻ്റെ ഫിഗറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കാം, നമ്മുടെ ഒരു ഭാഗം നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട പാറ്റസുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, മറ്റൊരു ഭാഗം ലൈനുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ രണ്ട് ഹോൺ ഷേപ്പുള്ള മെറ്റൽ റോഡ്സ് ഉണ്ട്, AB എന്നുള്ള മെറ്റൽ റോഡ്സ് ഉണ്ട്. നമ്മൾ ഒരു എയർ ഗ്യാപ്പിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഹോണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് നമ്മളിതിന് ഈ ഒരു നമ്മൾ മുകളിലോട്ട് പോകുന്നിടത്തോളം ഈ ഒരു ഹോണുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടി വരുന്ന രീതിയിൽ, ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്,
നമ്മളിത് കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ഹോൺസ് ഉണ്ടാക്കിയിട്ടുള്ളത് പോർസലിൻ ഇൻസുലേറ്റർ കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മളൊരു എൻഡ് ലൈനുമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യേണ്ട അപ്പാരറ്റസുമായിട്ടോ കണക്ട് ചെയ്തിട്ടുണ്ടാകും. ഒരു റെസിസ്റ്റൻസും അതേപോലെ ഒരു ചോക്ക് കോയിലൂടെയൊക്കെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടാവാം. അത് രണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എഫക്റ്റീവ്ലി ഗ്രൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെയുള്ള 6 എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ കറണ്ടിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ 6 എന്ന് പറഞ്ഞാൽ കറണ്ടിനെ ഒരു സേഫ് വാല്യൂട്ട് അല്ലെങ്കിൽ സ്മാൾ വാല്യൂട്ട് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ചോക്ക് കോയിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും നോർമൽ ഫ്രീക്വൻസി, നമുക്കറിയാം ഈ ചോക്ക് കോയിൽ റിയാക്ടൻസ് = 2πfl ആണ്. അപ്പോൾ ഫ്രീക്വൻസിക്ക് പ്രൊപ്പോർഷനിലാണ് അതുകൊണ്ടാണ് റിയാക്ടൻസ് വന്നത്. അപ്പോൾ നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷനിൽ ഫ്രീക്വൻസി എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന റിയാക്ടൻസ് വളരെ കുറവായിരിക്കും. പക്ഷേ എന്തെങ്കിലും ഒരു ഹൈ ഫ്രീക്വൻസി ഉള്ള കാര്യം, അതായത് ട്രാൻസിയൻറ്റ് സർജൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ അല്ലെങ്കിൽ സർജ് എന്നൊക്കെ പറഞ്ഞാൽ ഹൈ ഫ്രീക്വൻസിയുള്ള ആൾക്കാരാണ്. അങ്ങനെ ഹൈ ഫ്രീക്വൻസി വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഇവിടെയുള്ള റിയാക്ടൻസ് കൂടും. അങ്ങനെ റിയാക്ടൻസ് കൂടിക്കഴിഞ്ഞാൽ ഇതേപോലുള്ള ട്രാൻസിയൻറ്റ് സർജസ് ഒന്നും നമ്മളെ സർക്യൂട്ടിനകത്തോട്ട് എന്ത് ചെയ്യില്ല, പ്രവേശിക്കാത്ത രീതിയിൽ അത് ഒരു പരിധി വരെ തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെയുള്ള ഒരു ചോക്ക് കോയിൽ ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മളിവിടെ നോർമൽ വോൾട്ടേജിൽ ഈ ഹോൺ ഗ്യാപ്പിൻ്റെ അടിയിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ആർക്ക് പാസ് ചെയ്ത് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. ആ രീതിയിലായിരിക്കും നമ്മൾ ഈ ഹോൺ ഗ്യാപ്പിൻ്റെ റോഡുകൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം. അപ്പോൾ നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷനിൽ ഈ ഒരു പാത്ത് എന്ന് പറഞ്ഞാൽ നോൺ കണ്ടക്റ്റിംഗ് ആയിട്ട് മാറും. എന്തെങ്കിലും ഒരു കേസിൽ ഓവർ വോൾട്ടേജ് വന്നാൽ അവിടെ എന്ത് ചെയ്യും, അവിടെ സ്പാർക്ക് ഓവർ സംഭവിച്ചുകൊണ്ട് എന്ത് ചെയ്യും, ഈ ഒരു സ്പാർക്ക് ഓവർ സംഭവിച്ചതിലൂടെ കറണ്ട് എന്ത് ചെയ്യും, അടുത്ത ഹോണിലോട്ട് പാസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, എർത്തിലോട്ട് കറണ്ട് കണ്ടക്ട് ചെയ്യും. അപ്പോൾ നോർമൽ കണ്ടീഷനിൽ ഇങ്ങനെ കറണ്ട് വന്നാലും എന്ത് ചെയ്യില്ല, ഈ ഒരു ഗ്യാപ്പ് കണ്ടക്റ്റിംഗ് ആയിട്ട് മാറില്ല. അപ്പോൾ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകും, അപ്പോൾ കറണ്ട് പാസ് ചെയ്യില്ല. പക്ഷേ എന്തെങ്കിലും ഹൈ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ ഈ ഗ്യാപ്പ് എന്ത് ചെയ്യും, സ്പാർക്ക് ഓവർ സംഭവിച്ചിട്ട് എന്ത് ചെയ്യും, ഇതിലൂടെ കറണ്ട് പാസ് ചെയ്ത് നേരെ എർത്തിലോട്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ അങ്ങനെ ഓവർ കറണ്ട് വന്നാൽ അല്ലെങ്കിൽ സർജ് കറണ്ട് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ പെട്ടെന്ന് തന്നെ എർത്തിലോട്ട് നമുക്ക് കണ്ടക്ട് ചെയ്ത് കളയാൻ പറ്റും. ഇതിൻ്റെ നോട്ട് നോക്കുക. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 ഹോൺ ഷേപ്ഡ് മെറ്റൽ റോഡ്സ് ആൻഡ് ബി സെപ്പറേറ്റഡ് ബൈ സ്മാൾ എയർ ഗ്യാപ്പ്. 2 ഹോൺ ഷേപ്ഡ് മെറ്റൽ റോഡ്സ് ഉണ്ട്, എയും ബിയും. നമ്മൾ ചെറിയ സ്മാൾ ഗ്യാപ്പ് എയർ ഗ്യാപ്പ് വെച്ചിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ദ ഹോൺസ് ആർ സോ കൺസ്ട്രക്ട് ദാറ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ഗ്രാജുവലി ഇൻക്രീസസ് ടുവാർഡ് ദ ടോപ്സ് ആസ് ഷോൺ. നമ്മൾ ഹോൺസ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഇതിൻ്റെ മുകളിലോട്ട് പോകുന്നിടത്തോളം ഇതിൽ ഡിസ്റ്റൻസ് കൂടി വരുന്ന ഹോണുകൾ തമ്മിൽ ഡിസ്റ്റൻസ് കൂടി വരുന്ന രീതിയിലാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ദ ഹോൺസ് ആർ മൗണ്ടഡ് ഓൺ പോർസലിൻ ഇൻസുലേറ്റേഴ്സ്. നമ്മൾ ഹോൺസ് മൗണ്ട് ചെയ്തിട്ടുള്ളത് പോർസലിൻ ഇൻസുലേറ്റേഴ്സിന് മുകളിലാണ്. One end of horn is connected to the line through a resistance R and choke coil L while other end is effectively grounded. ഹോണിൻ്റെ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ലൈനുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന അപ്പാരറ്റസുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. ത്രൂ റെസിസ്റ്റൻസ് R ആൻഡ് ചോക്ക് കോയിൽ L, ഒരു റെസിസ്റ്റൻസ് ആറിലൂടെയും അതേപോലെ ചോക്ക് കോയിൽ Lലൂടെയും. അത് രണ്ട് നമ്മൾ എഫക്റ്റീവ്ലി ഗ്രൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദ റെസിസ്റ്റൻസ് R ഹെൽപ്സ് ഇൻ ലിമിറ്റിംഗ് ദ കറണ്ട് ടു എ സ്മാൾ വാല്യൂ. റെസിസ്റ്റൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ സ്മാൾ വാല്യൂലോട്ട് നമ്മൾ ലിമിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. R എന്നുള്ള കാരണം ആ റെസിസ്റ്റൻസ് ഉപയോഗിക്കുന്ന നമ്മൾ കറണ്ടിനെ സ്മാൾ വാല്യൂവിൽ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദ ചോക്ക് കോയിൽ ഇസ് ഡിസൈൻഡ് ദാറ്റ് ഈസ് ഓഫ് എ സ്മാൾ റിയാക്ടൻസ് അറ്റ് നോർമൽ പവർ ഫ്രീക്വൻസി ബട്ട് very high reactance at a transient frequency. Thus the choke does not allow the transient to enter the apparatus to be protected. ചോക്ക് കോയിൽ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നോർമൽ റിയാക്ടൻസിൽ, അതായത് നോർമൽ പവർ ഫ്രീക്വൻസിയിൽ അത് ഹൈ റിയാക്ടൻസ് എന്ത് ചെയ്യും, ഓഫർ ചെയ്യും. എന്നാൽ അറ്റ് ലോ റിയാക്ടൻസൊക്കെ ഓഫർ ചെയ്യുന്നുണ്ടാവും. എന്നാൽ ട്രാൻസിയൻറ്റ് ഫ്രീക്വൻസി വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, ഒരു ഹൈ റിയാക്ടൻസും ഓഫർ ചെയ്യുന്ന വെരി ഹൈ റിയാക്ടൻസ് ഓഫർ ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മളിത് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. അതിനുള്ള കാരണം നമ്മൾ പറഞ്ഞു, ഫ്രീക്വൻസിനോട് റിയാക്ടൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്. ദസ് ദ ചോക്ക് ഡസ് നോട്ട് അലോ ദ ട്രാൻസിയൻ ടു എൻ്റർ ദ അപ്പാരറ്റസ് ടു ബി പ്രൊട്ടക്റ്റഡ്. അതുകൊണ്ട് ചോക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ അപ്പാരറ്റസിലോട്ട് എൻ്റർ ചെയ്യാം. ഈ ട്രാൻസിയൻറ്റ് ഫ്രീക്വൻസിനൊക്കെ നമ്മൾ ചോക്ക് മുഖാന്തരം ഈ ഒരു അപ്പാരറ്റസിലോട്ട് അല്ലെങ്കിൽ ഒരു ലൈനിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റില്ല. ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ഹോൺസ് ഇസ് അഡ്ജസ്റ്റ് ദാറ്റ് നോർമൽ സപ്ലൈ വോൾട്ടേജ് നോട്ട് ഇനഫ് ടു ദ കോസ് ആൻ ആർക്ക് അക്രോസ് ദ ഗ്യാപ്പ്. നമ്മൾ ഈ ഹോണുകളിടയിലുള്ള ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്തില്ല. നോർമൽ സപ്ലൈ ഫ്രീക്വൻസിയിൽ നോർമൽ സപ്ലൈ വോൾട്ടേജിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല, ഈ ഗ്യാപ്പുകളുടെ ആർക്ക് ഇൻഡ്യൂസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ആർക്ക് ഉണ്ടാകാൻ പാടില്ല. ആ രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അണ്ടർ നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ ദ ഗ്യാപ്പ് ഈസ് നോൺ കണ്ടക്റ്റിംഗ്. ഓൺ ദ ഒക്കറൻസ് ഓഫ് എൻ ഓവർ വോൾട്ടേജ് സ്പാർക്ക് ഓവർ ടേക്ക് പ്ലേസ് ഇൻ അക്രോസ് ഗ്യാപ്പ് ആൻഡ് സർജ് കറണ്ട് ഈസ് കണ്ടക്റ്റഡ് അറ്റ്. നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷനിൽ ഗ്യാപ്പ് നോൺ കണ്ടക്റ്റിംഗ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഫോൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓവർ വോൾട്ടേജ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ സ്പാർക്ക് ഓവർ സംഭവിച്ചിട്ട് എന്ത് ചെയ്യും, സർജ് കറണ്ട് എർത്തിലോട്ട് ഫ്ലോ ചെയ്ത് അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്ത് കളയും ചെയ്യും. പിന്നെ ഇതിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്.
ഇനിയാണ് അടുത്തതാണ് മൾട്ടി ഗ്യാപ്പ് അറസ്റ്റർ. മൾട്ടി ഗ്യാപ്പ് അറസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇത് കൺസിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് സീരീസ് മെറ്റാലിക് സിലിണ്ടറുകൾ, ഇൻസുലേറ്റഡ് ചെയ്തിട്ടുള്ള ഒരുപാട് സീരീസ് മെറ്റാലിക് സിലിണ്ടർ ഓരോന്നും നമ്മൾ ചെറിയ എയർ ഗ്യാപ്പുകൾ മുഖേന എന്ത് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ദ ഫസ്റ്റ് സിലിണ്ടർ, ഒന്നാമത്തെ സിലിണ്ടറിന് എ ആണ്. ഇത് നമ്മൾ ലൈനുമായിട്ട് സീരീസ് ആയി കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ഒരു ഫസ്റ്റ് സിലിണ്ടർ ചെയ്യാന്നുണ്ട്. ഇത് ലൈനുമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് നമുക്ക് മറ്റ് ഒരുപാട് സിലിണ്ടേഴ്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ബിയും സിയും ഒക്കെ നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ബിയുമായിട്ട് സി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഷണ്ട് റിയാക്റ്റൻസ് മുഖേന കണക്ട് ചെയ്തിട്ടുണ്ട്. സി ഒരു സീരീസ് റിയാക്റ്റൻസ് മുഖേന കണക്ട് ചെയ്തിട്ട്, റെസിസ്റ്റൻസ് മുഖേന കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അത് എർത്തിലോട്ടും കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷനിൽ നമ്മൾ ബി എന്നുള്ള പോയിന്റിൽ, ഈ ഒരു പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അത് തന്നെയായിരിക്കും, എർത്ത് പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എർത്ത് പൊട്ടൻഷ്യൽ ആയതുകൊണ്ട് തന്നെ നോർമൽ സപ്ലൈ വോൾട്ടേജ് വരുന്ന സമയത്ത് ഈ സീരീസ് ഗ്യാപ്പിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെയുള്ള സീരീസ് ഗ്യാപ്പുകളെ അതിന് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ഫോൾട്ട് സംഭവിച്ചു, ഒരു ഓവർ വോൾട്ടേജ് സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു ഓവർ വോൾട്ടേജ് അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, എ മുതൽ ബി വരെയുള്ള ഈ ഒരു ഗ്യാപ്പ് നമുക്ക് എന്ത് ചെയ്യും, അവിടെ എന്ത് ചെയ്യും, ബ്രേക്ക് ഡൗൺ സംഭവിക്കും. അങ്ങനെ ഈ ഒരു എ മുതൽ ബി വരെയുള്ള ഭാഗത്തൂടെ ഒരു ഹെവി കറണ്ട് പാസ് ചെയ്യും. അങ്ങനെ ഹെവി കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഇതെന്ത് ചെയ്യും, ഈ ബി മുതൽ സി വരെയുള്ള ഭാഗത്തും കൂടി അവിടെ എന്ത് ചെയ്യും, ബ്രേക്ക് ഡൗൺ സംഭവിച്ചിട്ട് സ്ട്രൈറ്റ് പാത്ത് ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവാം. പിന്നെ ഈ സ്ട്രൈറ്റ് പാത്തിലൂടെ എന്ത് ചെയ്യും, കറണ്ട് ഈ സീരീസ് റെസിസ്റ്റൻസിലൂടെ എർത്തിലോട്ട് എന്ത് ചെയ്യും, ഫ്ലോ ചെയ്യും. ഇപ്പോൾ നോർമൽ കേസിൽ പിന്നെ എ മുതൽ ബി വരെയുള്ള ഈ സീരീസ് ഗ്യാപ്പ് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഏതാണ്, ബി എന്നുള്ള പൊട്ടൻഷ്യൽ എർത്തിൻ്റെ അതേ പൊട്ടൻഷ്യൽ തന്നെ ആയതുകൊണ്ട് തന്നെ നോർമൽ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എ മുതൽ ബി വരെയുള്ള ആ ഭാഗത്ത് നമുക്കിത് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്തെങ്കിലും കാരണവശാൽ അവിടെ ഒരു ഓവർ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, എ മുതൽ ബി വരെയുള്ള ആ ഒരു പാത്തിലൂടെ അവിടെ ബ്രേക്ക് ഡൗൺ സംഭവിക്കും. അപ്പം അങ്ങനെ കൊണ്ടാണ് ഈ ഹെവി കറണ്ട് എന്ത് ചെയ്യും, ഈ ഒരു സ്ട്രെയിറ്റ് പാത്തിലൂടെ ബീൻ്റെ സീൻ്റെ അടിയിലുള്ള സ്ട്രെയിറ്റ് പാത്തിലൂടെ ഷണ്ടഡ് ഗ്യാപ്സിലൂടെ എന്ത് ചെയ്യും, നേരെ പിന്നെ എർത്തിലോട്ട് സീരീസ് റെസിസ്റ്റൻസ് ത്രൂ എന്ത് ചെയ്യും, എർത്തിലോട്ട് ഫ്ലോ ചെയ്യും. അങ്ങനെ സർജ് അവിടെ കഴിഞ്ഞാൽ, ഇപ്പം സർജ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഓവർ വോൾട്ടേജ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു, സർജ് കഴിഞ്ഞാൽ ഈ ബിയും സിയും എന്ത് ചെയ്യും, പിന്നെ ബി സിയും തമ്മിലുള്ള ആ ഒരു പാത്ത് നമുക്ക് എന്ത് ചെയ്യും, ഷണ്ട് ഗ്യാപ്പ് ത്രൂ ഉള്ള പാത്ത് എന്ത് ചെയ്യും, നഷ്ടപ്പെടും. അപ്പോൾ എന്ത് ചെയ്യും, വീണ്ടും ബിയും സിയും തമ്മിൽ ഷണ്ട് റെസിസ്റ്റൻസിൽ എഫക്റ്റ് വരും. അതേപോലെ അത് സീരീസ് ആയിട്ടുള്ള റെസിസ്റ്റൻസുമായി എർത്തിലോട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലായിട്ട് മാറുകയും ചെയ്യും. സാധാരണ ഇത്തരത്തിൽ അറസ്റ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് സിസ്റ്റം വോൾട്ടേജ് 33 kVനേക്കാളും പിന്നെ കുറയാത്ത സ്ഥലങ്ങളിൽ, കൂടാത്ത സ്ഥലങ്ങളിൽ 33 kVനേക്കാളും ചെയ്യാൻ പാടില്ല, കൂടാത്ത സ്ഥലങ്ങളിലാണ് ഇത്തരത്തിലുള്ള അറസ്റ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഇതാണ് മൾട്ടി ഗ്യാപ്പ് അറസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ മൾട്ടി ഗ്യാപ്പ് അറസ്റ്റേഴ്സ് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സീരീസ് ഓഫ് മെറ്റാലിക് സിലിണ്ടേഴ്സ് ഇൻസുലേറ്റഡ് ഫ്രം വൺ അനദർ ആൻഡ് സെപ്പറേറ്റഡ് ബൈ സ്മാൾ ഇൻ്റർവെൽസ് ഓഫ് എയർ ഗ്യാപ്സ്. ഇതിൽ ഒരുപാട് മെറ്റാലിക് സിലിണ്ടർ സീരീസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം മറ്റൊരെണ്ണവുമായിട്ട് നമ്മൾ ഇൻസുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോന്നിൻ്റെ ഇടയിൽ ചെറിയ എയർ ഗ്യാപ്പ് ഉണ്ട്. The first cylinder A in the series is connected to the line and other to the ground through a series resistance. ഫസ്റ്റ് സിലിണ്ടർ എന്ത് ചെയ്തിട്ടുണ്ട്, ലൈനുമായിട്ട് സീരീസ് ആയി കണക്ട് ചെയ്തിട്ടുണ്ട്. മറ്റൊരു ഭാഗം നമ്മൾ ഒരു സീരീസ് റെസിസ്റ്റൻസ് മുഖേന എർത്തിലോട്ടും കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദ സീരീസ് റെസിസ്റ്റൻസ് ലിമിറ്റ് ആർക്ക് പവർ. ഈ സീരീസ് റെസിസ്റ്റൻസ് ആർക്കിൻ്റെ പവർ എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. സം ഓഫ് ദ ഗ്യാപ്സ് ബി ടു സി ആർ ഷണ്ടഡ് ബൈ റെസിസ്റ്റൻസ്. ചില ഗ്യാപ്പുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതായത് ഇവിടെ കാണിച്ചാൽ ബി ടു സി റെസിസ്റ്റൻസ് മുഖേന ഷണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അണ്ടർ നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ ദ പോയിന്റ് ബി ഈസ് അറ്റ് എർത്ത് പൊട്ടൻഷ്യൽ ആൻഡ് ദ നോർമൽ സപ്ലൈ വോൾട്ടേജ് ഈസ് അനേബിൾ ടു ബ്രേക്ക് ഡൗൺ ദ സീരീസ് ഓഫ് ഗ്യാപ്സ്. നോർമൽ കണ്ടീഷനിൽ ഈ പോയിന്റ് ബി എന്തായിരിക്കും, എർത്ത് പൊട്ടൻഷ്യൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എൻ്റെയും ബിൻ്റെ ഇടയിലുള്ള ഇതിനെന്ത് ചെയ്യാൻ പറ്റില്ല, അതിലൂടെ കറണ്ട് പാസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്തെങ്കിലും ഒരു ഓവർ വോൾട്ടേജ് അവിടെ വന്നു കഴിഞ്ഞാൽ, അവിടെ എന്ത് ചെയ്യും, ഈ ആൻറ്റും ബിയിലും ഇടയിലുള്ള ഭാഗം എന്ത് ചെയ്യും, അവിടെ ബ്രേക്ക് ഡൗൺ സംഭവിക്കും. അങ്ങനെ ഈ ഹെവി കറണ്ട് ബ്രേക്ക് ഡൗൺ സംഭവിച്ച ശേഷം ഹെവി കറണ്ട് നമ്മൾ ഷണ്ടഡ് ഗ്യാപ്പിലൂടെ എന്ത് ചെയ്യും, ബി ആൻഡ് സിൻ്റെ ഇടയിലുള്ള ഷണ്ടഡ് ഗ്യാപ്പിലൂടെ കറണ്ട് എന്ത് ചെയ്യും, പാസ് ചെയ്തിട്ട് പിന്നെ നേരെ എന്ത് ചെയ്യും, സീരീസ് റെസിസ്റ്റൻസിലൂടെ എർത്തിലൂടെ എന്ത് ചെയ്യും, ഫ്ലോ ചെയ്യും. അങ്ങനെ സർജ് ഓവർ ആകുന്ന സമയത്ത് when the surge is over the arc B to C go out and any current flowing through the surge is limited by two resistors which are in series. സർജ് തീരുന്ന സമയത്ത് പിന്നെ ബിയും സിയും തമ്മിലുള്ള ബന്ധം എന്ത് ചെയ്യും, ആ സ്ട്രൈറ്റ് പാത്ത് പോകും.
ആൻഡ് നമ്മൾ ഈ സർജിലൂടെ ഫ്ലോ ചെയ്യുന്ന എല്ലാ കറണ്ടും എന്ത് ചെയ്യും, ഈ 2 റെസിസ്റ്റൻസ് മുഖാന്തരം എന്ത് ചെയ്യും, എർത്തിലോട്ട് ഫ്ലോ ചെയ്യും. Such arresters can be employed by the system voltage does not exceed 33 kV. ഈ സിസ്റ്റം നമ്മൾ ഉപയോഗിക്കാറുള്ളത് നമ്മൾ 33 kV-നേക്കാളും സിസ്റ്റം വോൾട്ടേജ് വരാത്ത സ്ഥലങ്ങളിലാണ് നമ്മൾ ഈ സിസ്റ്റംസ് സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഇതാണ് മൾട്ടി ഗ്യാപ്പ് അറസ്റ്റർ എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് പറയാനുള്ളതാണ് എക്സ്പൾഷൻ ടൈപ്പ് ലൈറ്റിംഗ് അറസ്റ്റർ. ഇപ്പോൾ എക്സ്പൾഷൻ ടൈപ്പ് ലൈറ്റിംഗ് അറസ്റ്ററിൻ്റെ ഫിഗറാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ഈ ഫിഗർ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരു റോഡ് ഗ്യാപ്പ് A' എന്നുള്ള റോഡ് ഗ്യാപ്പ് ഉണ്ട്. പിന്നെ ഈ ഒരു റോഡ് ഗ്യാപ്പ് നമ്മൾ പിന്നെ ഒരു പ്രൊട്ടക്ടർ ട്യൂബുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്ത് വെച്ചിട്ട് ഒരു ഇത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ കണ്ടിട്ടുണ്ട്. പ്രൊട്ടക്ടർ ട്യൂബ് ഉണ്ട് ഇവിടെ, ആ പ്രൊട്ടക്ടർ ട്യൂബുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊട്ടക്ടർ ട്യൂബിലുള്ള ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ശരിക്ക് പ്രൊട്ടക്ടർ ട്യൂബിലുള്ള ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോഡ് കൂടിയതാണ്. ഇതിൽ അപ്പർ ഇലക്ട്രോഡ് നമ്മൾ ഇതിലോട്ടുള്ള ഈ ഒരു അപ്പർ ഇലക്ട്രോഡ്, ഇവിടെ ഒരു ഇലക്ട്രോഡ് ഉണ്ട്, ഇവിടെ ഇലക്ട്രോഡ് ഉണ്ട്. ഈ അപ്പർ ഇലക്ട്രോഡ് എന്ത് ചെയ്യുക, നമ്മൾ റോഡ് ഗ്യാപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ലോവർ ഇലക്ട്രോഡ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എർത്തുമായിട്ടും കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇത്തരത്തിലുള്ള ഓരോ എക്സ്പൾഷൻ അറസ്റ്റും ഓരോ ലൈൻ കണ്ടക്ടറും താഴെയായിട്ട് നമ്മൾ പ്ലേസ് ചെയ്ത് വെക്കും. എന്തെങ്കിലും കാരണവശാൽ ഒരു ഓവർ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെയുള്ള A' എന്ത് ചെയ്യും, അവിടെ കണ്ടക്റ്റിംഗ് ആവും. അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യും, ഒരു ആർക്ക് സ്ട്രക്ക് ചെയ്യും, അല്ലെങ്കിൽ ആർക്ക് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ A' കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ ഇടയിൽ ഈ ഒരു പിന്നെ ഫൈബർ ട്യൂബിൻ്റെ ഇടയിൽ എന്തുണ്ടാവും, ഒരു ആർക്ക് അവിടെ പ്രൊഡ്യൂസ് ചെയ്യാം. കാരണം ഇതിനിടയിൽ A' ഇടയിൽ എന്ത് ചെയ്തു, ഇത് കണ്ടക്റ്റിംഗ് ആയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹോളോ ഗ്യാപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഗ്യാപ്പ് ഉണ്ട്. ആ ഇൻറ്റേർണൽ ഗ്യാപ്പിൻ്റെ ഇടയിൽ എന്ത് ചെയ്യും, ഒരു ആർക്ക് അവിടെ സ്ട്രക്ക് ചെയ്യും. അങ്ങനെ ആർക്ക് സ്ട്രക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള ഈ ആർക്ക് ഉണ്ടാക്കുന്ന ഹീറ്റ് ഈ സൈഡിലുള്ള ഫൈബർ ട്യൂബ്സ് ഉണ്ട്, ഈ ഫൈബർ ട്യൂബ്സിന് എന്ത് ചെയ്യും, ഹീറ്റ് ചെയ്യും. അങ്ങനെ ഹീറ്റ് ചെയ്തിട്ട് ഒരു ന്യൂട്രൽ ഗ്യാസ് അവിടെ എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും. ആ ന്യൂട്രൽ ഗ്യാസ് അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഈ ന്യൂട്രൽ ഗ്യാസ് എന്ത് ചെയ്യും, ഒരു ഹൈ പ്രഷർ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ഹൈ പ്രഷർ ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇവിടെയുള്ള നമ്മൾ ഈ അയണൈസ്ഡ് പാർട്ടിക്കിൾസ്, എയർ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, നേരെ പുറത്തോട്ട് എന്ത് ചെയ്യും, കളയും. ആ ഗ്യാസ് ലീവ് ചെയ്യുന്ന സമയത്ത് ഈ താഴെയുള്ള ഹോളോ ട്യൂബിലൂടെ എർത്ത് പാസ് ചെയ്യുന്ന സമയത്ത് അതിലൂടെ എന്ത് ചെയ്യും, ഈ ഒരു ആർക്ക് പാർട്ടിക്കിൾ കൂടി എന്ത് ചെയ്യും, അത് താഴത്തോട്ട് കളയും. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ എർത്തിലോട്ട് ഫ്ലോ ചെയ്തിട്ട് ആ ആർക്കിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇല്ലാതാക്കിയിട്ട് കളയാൻ പറ്റും. ഇതാണ് എക്സ്പൾഷൻ ടൈപ്പ് ലൈറ്റ്നിങ് അറസ്റ്റർ എന്ന് പറഞ്ഞാൽ. ജസ്റ്റ് നോട്ടോടി നോക്കാം. The type of arrestor is also called protective tube and is commonly used on system operating at voltage up to 33 kV. ഈ ഒരു ടൈപ്പ് ഓഫ് ലൈറ്റിംഗ് അറസ്റ്റേഴ്സ് പറയുന്ന പേരാണ് പ്രൊട്ടക്റ്റഡ് ട്യൂബ് എന്ന് പറയും. ഇത് കോമൺലി നമ്മൾ യൂസ് ചെയ്യാറുള്ളത് 33 kV സിസ്റ്റം വോൾട്ടേജിന് താഴെയുള്ള 33 kV വരെയാണ് നമ്മളിത് ഉപയോഗിക്കാറുള്ളത്. ഇറ്റ് ഈസ് എസെൻഷ്യലി കൺസിസ്റ്റ് ഓഫ് ദ റോഡ് ഗ്യാപ്പ് A' ഇൻ സീരീസ് വിത്ത് സെക്കൻഡ് ഗ്യാപ്പ് എൻക്ലോസ് വിത്തിൻ ദ ഫൈബർ ട്യൂബ്. ഇത് ഒരു കൺസിസ്റ്റ് ചെയ്യുന്ന ഒരു A' എന്നുള്ള റോഡ് ഗ്യാപ്പ് ഉണ്ട്, അതുമായിട്ട് സീരീസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സെക്കൻഡ് ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. ആ സെക്കൻഡ് ഗ്യാപ്പ് നമ്മളൊരു ഫൈബർ ട്യൂബിലാക്കിയിട്ട് എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദ ഗ്യാപ്പ് ഇൻ ദ ഫൈബർ ട്യൂബ് ഈസ് ഫോംഡ് ബൈ 2 ഇലക്ട്രോഡ്സ്. ആ ഫൈബർ ട്യൂബിലുള്ള ഗ്യാപ്പ് പറഞ്ഞാൽ 2 ഇലക്ട്രോഡ് മുഖാന്തരം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പർ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ റോഡ് ഗ്യാപ്പായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, ലോവർ ഇലക്ട്രോഡ് എർത്തുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. വൺ എക്സ്പൾഷൻ അറസ്റ്റർ ഈസ് പ്ലേസ്ഡ് അണ്ടർ ഈച്ച് ലൈൻ കണ്ടക്ടർ. ഓരോ ലൈൻ കണ്ടക്ടറിന് താഴെ നമ്മൾ ഒരു എക്സ്പൾഷൻ ടൈപ്പ് അറസ്റ്റർ കണക്ട് ചെയ്യും. On the occurrence of an over voltage on the line, the series gap A and A' is conducted an arc stuck between the electrodes in the tube. അവിടെ ഒരു ഓവർ വോൾട്ടേജ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ A' എന്ത് കണ്ടക്റ്റിംഗ് ആവും. അങ്ങനെ A' കണ്ടക്റ്റിംഗ് ആയി കഴിഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ ഈ ട്യൂബിന് താഴെയുള്ള ആ ട്യൂബിലുള്ള അവിടെ എന്ത് ഒരു ആർക്ക് സ്ട്രക്ക് ചെയ്യും. ദ ഹീറ്റ് ഓഫ് ദ ആർക്ക് വാപ്പറൈസസ് സം ഓഫ് ദ ഫൈബർ ട്യൂബ് ഓഫ് വാൾസ്. നമ്മൾ എന്ത് ചെയ്യും, ആർക്ക് നമ്മളെ ഫൈബർ ട്യൂബ്സിന് ഉള്ള അവിടെ ഫൈബർ വാൾസിലുള്ള ട്യൂബ് വാൾസിലുള്ള ഫൈബർ പാർട്ടിക്കിളിനെ വാപ്പറൈസ് ചെയ്തിട്ട് അവിടെ ന്യൂട്രൽ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. എക്സ്ട്രീംലി ഷോർട്ട് ടൈം, വളരെ ഷോർട്ട് ടൈം കൊണ്ട് തന്നെ എക്സ്ട്രീംലി ഷോർട്ട് ടൈം ദ ഗ്യാസ് ബിൽഡപ്പ് ഇൻ ഹൈ പ്രഷർ ആൻഡ് ഈസ് എക്സ്പെൽഡ് ത്രൂ ദ ലോവർ ഇലക്ട്രോഡ് വിച്ച് ഈസ് ഹോളോ. നമ്മൾ എന്ത് ചെയ്യും, ചെറിയ ഷോർട്ട് ടൈം കൊണ്ട് തന്നെ ഒരു ഹൈ പ്രഷറിലുള്ള ഗ്യാസ് അവിടെ ബിൽഡപ്പ് ചെയ്യും. അങ്ങനെ ബിൽഡപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഈ ഒരു ഗ്യാസ് ലോവർ ഇലക്ട്രോഡിലൂടെ എന്ത് ചെയ്യും, അത് പുറത്തോട്ട് എന്ത് ചെയ്യും, എക്സ്പെൽഡ് ചെയ്യും. ആസ് ദ ഗ്യാസ് ലീവ്സ് ദ ട്യൂബ് ഇറ്റ് ക്യാരീസ് അവേ അയോണൈസ്ഡ് എയർ അറൗണ്ട് ദ ആർക്ക്. അപ്പോൾ അങ്ങനെ ആ ഗ്യാസ് പുറത്തോട്ട് പോകുന്ന സമയത്ത് ഈ അയോണൈസ്ഡ് എയർ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, അതിന് ആർക്കിന് കാരണമായിട്ടുള്ള അയോണൈസ്ഡ് എയർ പാർട്ടിക്കിൾ അത് പുറത്തോട്ട് തള്ളിക്കളയും. അപ്പോൾ അവിടെ ആർക്ക് ഇല്ലാതാക്കാൻ പറ്റും. വളരെ പെട്ടെന്ന് നേരത്തിലോട്ട് നമുക്ക് എന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്ത് കളയാനും പറ്റും. ഇതാണ് എക്സ്പൾഷൻ ടൈപ്പ് ലൈറ്റിംഗ് അറസ്റ്റേഴ്സ് എന്ന് പറഞ്ഞത്.